ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ലവ് ലേക്കിലേക്കാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരു ടൈപ്പ് ഓഫ് ആനിമലിൻ്റെ ഒരു കൂട്ടം. എനിക്ക് അറിയില്ല ഏത് ആനിമലാണെന്ന്. സൂയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. റാബിറ്റല്ല, ഒരു റാബിറ്റിൻ്റെ പോലത്തെ ഒരു ആനിമൽ. ഡിയറിൻ്റെ പോലെ നീണ്ട കാലുണ്ട്. ലവ് ലേക്കിൽ പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ ലേക്കുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അവിടെ ടെൻ്റൊക്കെ അടിച്ച് സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇവിടൊക്കെ നല്ല നീറ്റും ക്ലീനും ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ലേക്സിലൊക്കെ ഒരുപാട് ടൈപ്സ് ബേർഡ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടോ? ഇതെല്ലാം ഫ്ലാമിംഗോസ് ആണ്. ഇതാണ് ലവ് ലേക്കിൻ്റെ മെയിൻ ഗേറ്റ്. ഇങ്ങനെ നോക്കിയാൽ ലവിൻ്റെ ഷേപ്പ് കാണില്ല. നമ്മൾ മോളിൽ നിന്നുള്ള വ്യൂവിന് നോക്കിയാലേ രണ്ട് ലവിൻ്റെ ഷേപ്പ് കാണുള്ളൂ. പാത്വയിലൂടെ ഞാനും കുഞ്ഞൻ ചേട്ടനും ഋതുക്കുട്ടൻ്റെ കയ്യിൽ പിടിച്ച് നടന്നു. ലേക്സിൽ ഒരുപാട് ബിഗ് ഫിഷസ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ബിഗ് ഡക്കിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും 2 കുട്ടികളും. നിങ്ങൾ അറിഞ്ഞിരുന്നോ ദുബായിലൊരു ബിഗ് ടെമ്പിൾ വന്നിരിക്കുന്നത്? ബാബ്സ് മന്ദിർ എന്നാണ് അതിൻ്റെ പേര്. ഈവനിങ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ബിഗ് ടെമ്പിളായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ടെമ്പിളിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ ബെല്ലുകൾ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും കുഞ്ഞൻ ചേട്ടനും അയലടിച്ച് കളിച്ചു. ഋതുക്കുട്ടനും ഉണ്ടായിരുന്നു. ഫുൾ മാർബിളും വെച്ചുണ്ടാക്കിയ അമ്പലമാണത്.
ഞാൻ സ്റ്റെപ്പൊക്കെ കയറി അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതു. അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് കാരണമാണ് ഞാൻ നിങ്ങൾക്ക് പുറത്തുള്ള വീഡിയോസ് കാണിക്കുന്നത്. നിങ്ങൾ അബുദാബിയിലേക്ക് വരുമ്പോൾ എന്തായാലും ഈ അമ്പലം വിസിറ്റ് ചെയ്യണം. നല്ല ഭംഗിയാണ് ഈ അമ്പലം കാണാൻ. നിറയെ ലൈറ്റ്സും ആർട്ട് വർക്ക്സും വെച്ചിട്ട് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയി. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.